അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ മാധുര്യം, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം അഞ്ചാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ആ ബാങ്കിനെ സംബന്ധിച്ചും വുളൂഇനെ സംബന്ധിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ വുളൂ ചെയ്തതിന് ശേഷം പിന്നീട് ആ പള്ളിയിലേക്ക് കയറി ഇഖാമത്ത് വിളിക്കുന്നതോടുകൂടെ അയാൾ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമസ്കാരത്തിന് വേണ്ടി അവിടെ ആ സ്വഫ് ചേർന്ന് അണിചേർന്ന് മുഴുവൻ ആളുകളും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സ്വഫ് അണികൾ അതെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്ര മനോഹരമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സ്വഫ് എന്നുള്ളതാണ്. 61-ാമത്തെ അധ്യായം. അതിൻ്റെ ആരംഭത്തിൽ 4-ാമത്തെ വചനത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സ്വഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഭദ്രമായിട്ടുള്ള ഒരു മതിൽക്കെട്ട് പോലെ ഒറ്റക്കെട്ടായി അള്ളാഹിൻ്റെ മാർഗത്തിൽ ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിന്ന് പോരാടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമസ്കാരത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അണിചേർന്ന് നമ്മൾ തോളോട് തോള് ചേർന്ന് അവിടെ അണിയായിട്ട് അവിടെ നിൽക്കുകയാണ്. എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. അതന്നെ ആ ഒരു ഐക്യത്തിൻ്റെ പ്രതീകം കൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സവ്വു സുഫൂഫക്കും, നിങ്ങൾ ആ സ്വഫ് പൂർത്തിയാക്കുക, അതിനിടയിൽ ഒരു വിടവ് വരരുത് എന്നുള്ളതാണ്. ആ വിടവ് അല്ലെങ്കിൽ അനൈക്യം എന്നുള്ളത് അവിടെ പിശാച് കയറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുമയുടെ പ്രാധാന്യം അതുകൂടെയാണ് ആ സ്വഫ് നമുക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ ഒരുമ മാത്രമല്ല, ആ സമത്വം, ആ യജമാനായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം സമന്മാരാണ്. നമുക്കിടയിലുള്ള വലിപ്പ ചെറുപ്പങ്ങൾ, വർണ്ണദേശ നിറ വൈവിധ്യങ്ങളെല്ലാം അത് നൽകിയതിൽ തആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതേസമയം നിങ്ങൾ ഒരാളെ ഉന്നതനാക്കുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അത് നിങ്ങളുടെ അകത്തുള്ള തഖ്വയാണ്. അത് പുറമേക്ക് കാണാൻ പറ്റുന്നതല്ല, അത് അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്നതാണ്. അപ്പോൾ പുറമേക്ക് നമ്മളെല്ലാം സമന്മാരാണ്. ആ സമത്വത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള പരിശീലനമാണ് 5 നേരവും ആ നമസ്കാരത്തിലൂടെയും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് ഓർക്കുന്നത്, ഒരല്പം മുമ്പ് വളരെ വൈറലായി തീർന്ന ഒരു ക്രൈസ്തവ സഹോദരൻ്റെ ഒരു സംഭാഷണം അദ്ദേഹം കണ്ട ഏറെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്നുള്ള രൂപത്തിൽ പങ്കുവച്ചിരുന്നു. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലോ മറ്റോ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ജോലി ആവശ്യാർത്ഥം ഒരിക്കൽ ഓണറുടെ ബിൽഡിങ്ങിലേക്ക് പോയി അവിടെ ഓണറായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമസ്കാര സമയമായി. അപ്പോൾ ഈ ഓണർ അദ്ദേഹത്തോട് എക്സ്ക്യൂസ് പറഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അയാൾ അവിടെ ആ ഗ്ലാസ് റൂമിലിരുന്ന് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അടിച്ചു വാരുന്നൊരു വ്യക്തി, അദ്ദേഹമാണ് നമസ്കാരപ്പടെല്ലാം വിരിച്ച് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഓണർ അയാളുടെ പിറകിലായിട്ട് അവിടെ മറ്റുള്ള ആളുകളെല്ലാം നമസ്കരിക്കുകയാണ്. ഇദ്ദേഹം ഏറെ അത്ഭുതത്തോടു കൂടെ അതെല്ലാം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. അവർ ആ സംഭാഷണം പുനരാരംഭിച്ചു. പോകുന്നതിനൊരല്പം മുമ്പ് ഈ സഹോദരൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നിട്ട് ശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ ഇവിടെ ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്, നിങ്ങൾ അയാളുടെ പിറകിലായിട്ടാണ് നമസ്കരിച്ചത്, എന്താണ് അങ്ങനെ? അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്രേ, എടോ ഞങ്ങൾക്കിടയിൽ ആ രൂപത്തിലുള്ള വ്യത്യാസമൊന്നുമില്ല, അയാൾക്കാണ് കൂടുതൽ ഖുർആൻ അറിയുക, അയാളായിരിക്കും അള്ളാഹിൻ്റെ കണ്ണിൽ ഒരുപാട് ഉയർന്ന ആൾ, ഇവിടെയുള്ള ഈ ഒരു വ്യത്യാസം അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രൂപത്തിൽ ഓണർ സംസാരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് ഏറെ മനോഹരമായി തോന്നി. അത്ഭുതം കൂറി അദ്ദേഹം അതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം നിത്യേന നമ്മൾ ദിനേന കാണുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആ കാഴ്ചയിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നാറില്ല. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അത് വലിയ അത്ഭുതം. അപ്പോൾ സ്വഫിനെ സംബന്ധിച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. ഹറമിൽ, മസ്ജിദുൽ ഹറാമിലും മദീനയിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ അവർ പല ഭാഗത്തായിട്ട് ചിന്നിച്ചിതറിയിരിക്കുകയാണ്. ആ ഇഖാമത്തിൻ്റെ ആ വിളി കേൾക്കുന്നതോടുകൂടെ യാതൊരു മുൻ പരിശീലനമോ ട്രെയിനിങ്ങോ കൂടാതെ തന്നെ അത്രയും ആളുകൾ തോളോട് തോള് ചേർന്ന് മനോഹരമായിട്ട് അവർ അണിചേർന്ന് നിൽക്കുകയാണ്. അതൊരു മിലിറ്ററി ക്യാമ്പിലെല്ലാം അത്രയും ആളുകൾ ഇത്ര കൃത്യമായിട്ടത് നിർവഹിക്കണമെങ്കിൽ മാസങ്ങളുടെ പരിശീലനം തന്നെ ആവശ്യമുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പരിശീലനമില്ല. കേവലം ഇഖാമത്തിൻ്റെ പദങ്ങൾ കേൾക്കുന്നതോടുകൂടെ തന്നെ മുഴുവൻ ആളുകളും അണിചേർന്ന് നിൽക്കുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഫുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വഫ് അത് ആദ്യത്തെ 1-ാമത്തെ സ്വഫാണ്. അതിൻ്റെ ആ ശ്രേഷ്ഠത, അതിൻ്റെ പ്രതിഫലമെല്ലാം അവരറിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി അവർ പള്ളിയിൽ മത്സരിക്കുമായിരുന്നു. അവസാനം പള്ളിയിൽ നറുക്കിടേണ്ട അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തുമായിരുന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതും ആ നമസ്കാരത്തിൽ വളരെ നേരത്തെ തന്നെ ആ പള്ളിയിലെത്തുന്നതിനും, നമസ്കാരത്തിലെന്ന് മാത്രമല്ല ഏതൊരു കാര്യത്തിലും അതിൽ ആ മുന്നിടുന്നതിൻ്റെ സാബിഖൂൻ അതിൽ മുൻകടക്കുന്നവരുടെ ആ ഒരു പ്രാധാന്യം കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴിയെല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇഖാമത്ത് വിളിക്കുന്നതോടുകൂടെ നമ്മൾ സ്വഫെല്ലാം ശരിയാക്കി ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇമാം
അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് കൈകളും ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ തന്നെ ആ ഒരു ചലനത്തിലുള്ള ആ ഒരു മൂവ്മെൻറ്റിലുള്ള വളരെ സിംബോളിക്കായിട്ടുള്ള ചില മീനിങ്ങുകൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. മനോഹരമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ആ കൈയിൻ്റെ ആ പുറം ഭാഗം പിറകിലേക്കും ആ ഉൾഭാഗം മുന്നിലേക്കും ആയിട്ടാണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പം അതിൽ അവർ സൂചിപ്പിക്കുന്നത് നമ്മുടെ പുറംകൈ എന്നുള്ളത് നമ്മൾ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രാണിയോ മറ്റോ നമ്മളിലേക്ക് വരുന്ന സമയത്ത് തട്ടിക്കളയാനല്ല നമ്മൾ കൈയിൻ്റെ ആ പുറം ഭാഗമാണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം ആ കൈയിൻ്റെ ഉൾഭാഗം എന്നുള്ളത് നല്ലത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതിനെ മുറുകെ പിടിക്കാനെല്ലാം ആണ് നമ്മൾ ആ കൈയിൻ്റെ ഉൾഭാഗം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു മൂവ്മെൻറ്റിലൂടെ ദുനിയാവിനെയും നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെല്ലാം നമ്മൾ പിറകിലേക്ക് എറിഞ്ഞ്, അതായത് ഭൗതികമായിട്ടുള്ള നശ്വരമായിട്ടുള്ളതിനെല്ലാം നമ്മൾ പിറകിലേക്ക് എറിഞ്ഞ് മുന്നിൽ നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് ആ നൃത്തം. അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ അല്ലെങ്കിൽ അള്ളാഹു നൽകുന്നതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന നൃത്തമാണ്. ആദ്യത്തെ ആ ഒരു മൂവ്മെൻറ്റിനെ അതാണ് സിംബോളിക്കായിട്ട് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ ആ രണ്ട് കൈകൾ ഉയർത്തൽ, അത് യജമാൻ്റെ മുമ്പിലുള്ള ആ കീഴടങ്ങൽ, ആ ഇസ്തിസ്ലാം, ആ സറണ്ടർ, അതന്നെയാണ് ആ ഒരു സമർപ്പണം, അതാണ് പ്രതീകാത്മകമായിട്ട് കാണിച്ചു തരുന്നത്. പിന്നീട് നമ്മൾ പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. അതിൻ്റെ ചില മാനങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിച്ചിരുന്നു. അള്ളാഹു അക്ബർ എന്നുള്ളത് കേവലം ഒരു പ്രസ്താവന മാത്രമല്ല, മറിച്ച് ഒരാൾ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടെല്ലാം അത് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ അള്ളാഹിൻ്റെ മുമ്പിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. എൻ്റെ ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ അള്ളാഹു അക്ബർ മിൻ ഹമ്മിക്, അള്ളാഹു അക്ബർ മിൻ ഖൗഫിക്, എൻ്റെ വിഷമങ്ങളേക്കാൾ, എൻ്റെ പ്രതിസന്ധികളേക്കാൾ, എൻ്റെ ആശങ്കകളേക്കാൾ, എൻ്റെ ദുനിയാവിനേക്കാൾ അതെല്ലാം ഞാൻ പിറകിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അതെല്ലാം അസ്ഗറാണ്, ചെറുതാണ്. മുന്നിലുള്ളവൻ അതിനേക്കാളെല്ലാം വലിയവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നമസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഉണർത്താറുണ്ട്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന, നിങ്ങൾ ആദ്യമായിട്ട് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ പ്രസ്താവന തന്നെ ഒരു നുണയാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. കാരണം അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ആ നമസ്കാരത്തിലുടനീളം പിന്നീട് അയാളുടെ പ്രശ്നങ്ങൾ മാത്രം അയാൾ ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ നേർവിരുദ്ധമായിട്ടാണ് അയാൾ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ നൃത്തം, ആ ഖിയാം, അത് ആ ഒരു സ്റ്റേറ്റിനെ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ ഇഹ്റാം എന്നുള്ള ഒരു പദം നമുക്ക് സുപരിചിതമാണ്. ഹജ്ജ് ഉംറ എല്ലാം ചെയ്ത ആളുകൾക്ക് ഇഹ്റാം എന്നുള്ള പദം സുപരിചിതമാണ്. അപ്പോൾ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇഹ്റാമിൻ്റെ ആ വസ്ത്രം ധരിക്കുന്നതോടുകൂടെ നമ്മളൊരു പ്രത്യേക ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വരികയാണ്. അതുവരെ ഹലാലായിട്ടുള്ള പലതും ആ വസ്ത്രം ധരിക്കുന്നതോടുകൂടെ ഹറാമായിട്ട് മാറാണ്. അതാണ് ഇഹ്റാം എന്നുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്ന സമയത്തും സമാനമാണ്. നമുക്ക് അതുവരെ അനുവദനീയമായിട്ടുള്ള പലതും ആ കൈകെട്ടുന്നതോടുകൂടെ നമുക്ക് മുമ്പിൽ ഹറാമായിട്ട് മാറുകയാണ്. ആ ദഖല ഹുർമത്തി സ്വലാ, അതുവരെ നമുക്ക് സംസാരിക്കായിരുന്നു, അതേപോലെ തന്നെ കുടിക്കായിരുന്നു, ഭക്ഷിക്കായിരുന്നു, എല്ലാം അനുവദനീയമായിരുന്നു. പക്ഷേ ആ ഒരു കൈ കെട്ടുന്നതോടുകൂടെ നമുക്ക് അതെല്ലാം ഹറാമായിട്ട് മാറാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറമുത്തിരിക്കുന്ന ഒരു ഹദീസിൽ മിഫ്താഹു സ്വലാ അൽ വുളു, ആ നമസ്കാരത്തിൻ്റെ താക്കോൽ, കീ എന്നുള്ളത് അത് വുളു ആണ്. ശേഷം തഹ്രീമുഹ തക്ബീർ, ആ തക്ബീർ എന്നുള്ളത് അതിൻ്റെ നിരോധനം, അതായത് കാര്യങ്ങൾ അതോടുകൂടെ ഹറാമാവാണ്. പിന്നീട് തഹ്ലീലുഹ തസ്ലീം, തഹ്ലീലാകുന്നത് അയാൾ ആ തസ്ലീം സലാം ചെല്ലുന്നതോടുകൂടെ അതിൽ നിന്നും അയാൾ റിലീസാവാണ്, അയാൾ സ്വതന്ത്രനാവാണ്. ഇപ്പോൾ സൃഷ്ടാവായിട്ടുള്ള യജമാൻ്റെ മുമ്പിലാണ് ഈ ഒരു അടിമ നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ ഒരു ഹദീസ് മുൻഭാഗത്തെ ഉദ്ധരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ ആ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഫഇദാ സ്വല്ലൈതും ഫലാ തൽതഫിതു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയരുത്. കാരണം ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലി വജ്ഹി അബ്ദിഹി, അള്ളാഹു അയാളുടെ നേർക്ക് ആ മുഖം തിരിച്ചിരിക്കുകയാണ്. അയാൾ മുഖം തിരിച്ചു കളഞ്ഞാൽ അള്ളാഹു അയാളിൽ നിന്നും തിരിഞ്ഞു കളയുമോ എന്നുള്ളതാണ്. അപ്പം അള്ളാഹിൻ്റെ മുമ്പിലുള്ള ഈ ഒരു ഖിയാം, ഈ ഒരു നൃത്തം, അത് വിശ്വാസികളെ ഉണർത്തേണ്ടത് വരാനിരിക്കുന്ന അള്ളാഹിൻ്റെ മുമ്പിലുള്ള മറ്റൊരു നൃത്തത്തെ സംബന്ധിച്ചാണ്. ആ ദിനത്തെപ്പോലും അള്ളാഹു വിളിച്ചത് യൗമുൽ ഖിയാമ എന്നുള്ളതാണ്. അപ്പോൾ ആ യൗമുൽ ഖിയാമയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും പല സ്ഥലത്തും അള്ളാഹിൻ്റെ മുമ്പിലുള്ള ആ നൃത്തത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ മുത്തഫിഫീനിൽ യൗമ യഖൂമുൻ നാസു ലി റബ്ബിൽ ആലമീൻ, അതല്ലെങ്കിൽ സൂറത്തു നബഇൻ്റെ 38-ാമത്തെ വചനത്തിൽ യൗമ യഖൂമുർ റൂഹ് വൽ മലായികത്തു സഫൻ, മനുഷ്യരും മലക്കുകളും ജിന്നുകളെല്ലാം അള്ളാഹിൻ്റെ മുമ്പിൽ ആ മരണാനന്തര ജീവിതത്തിൽ നിൽക്കാൻ പോകുന്ന ആ നൃത്തം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ലിൽ അബ്ദി ബൈന യദൈ റബ്ബിഹി മൗഖിഫാൻ, സർവ്വ അടിമകൾക്കും അള്ളാഹിൻ്റെ മുമ്പിൽ രണ്ട് നൃത്തങ്ങളുണ്ട്. ഒന്ന് മൗഖിഫുസ് സ്വലാ, നമസ്കാരത്തിലുള്ള ആ നൃത്തം.
പിന്നീട് വരാനിരിക്കുന്ന മൗഖിഫ് ലിഖാഇഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹിൻ്റെ മുമ്പിലുള്ള നൃത്തം. ശേഷം അദ്ദേഹം പറയാണ്, അതിൽ ആദ്യത്തെ ആ നൃത്തം നേരാവണ്ണം നിർവഹിച്ച ആളുകൾക്ക് അന്ത്യനാളിലുള്ള അള്ളാഹിൻ്റെ മുമ്പിലുള്ള ആ നൃത്തം എളുപ്പമാകും. അതേസമയം അതിൽ വീഴ്ച വരുത്തിയ ആളുകൾക്ക് അന്ത്യനാളിൽ ആ നൃത്തം അതികഠിനമാകും എന്നുള്ളത്. അള്ളാഹു ആ നൃത്തം എളുപ്പമാകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ആ ഖിയാമിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് കൈകെട്ടി നമ്മൾ ആ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. ആ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പാടില്ല. സുജൂദിൻ്റെ സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പോൾ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്ത് നജ്മിൻ്റെ 17-ാമത്തെ വചനത്തിൽ മാ ജാഅൽ ബസർ വമാ ത്വഗ അള്ളാഹു പറയുന്നുണ്ട്. റസൂലിൻ്റെ ആ കാഴ്ച തെറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആ ക്രമം തെറ്റിയിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട്, അസ്വലാ മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസികളുടെ ആ മിഅ്റാജ് അതാണ് നമസ്കാരം എന്നുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ അള്ളാഹിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ആ ദൃഷ്ടികളെല്ലാം സുജൂദിൻ്റെ ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് നോക്കി ആ വിനയത്തോടു കൂടെയുള്ള ആ നൃത്തം, അതാണ് ആ ഖിയാം. അപ്പോൾ നമ്മൾ ആ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ ആ പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഫ്താഹ് അത് നമ്മൾ ചൊല്ലാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നേരത്തെ 3-ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ വ്യത്യസ്ത 1 ഡസനോളം വെർഷനുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് നമസ്കാരത്തിൽ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ എന്താണോ പഠിപ്പിച്ച ആ ഒരു വെർഷൻ അത് മരണം വരെ അതേ രൂപത്തിൽ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്ത പ്രാർത്ഥനകൾ പുതുതായിട്ട് പഠിക്കാനും അതിലൊരു ചേഞ്ച് വരുത്താനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭൂരിപക്ഷ ആളുകളും ആ വജ്ജഹ്തു വജ്ഹി അല്ലദീ ഫത്തറ സമാവാതി വൽ അർദ് ആ ഒരു പ്രാർത്ഥനയാകും ചെല്ലാറുള്ളത്. അതേസമയം റസൂലുള്ളാഹി സ്ഥിരപ്പെട്ട ഹദീസുകളിൽ മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ കമാ ബഅഅത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, ആ പാപമോചനത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ നിന്നും അകറ്റാൻ വേണ്ടിയും പാപങ്ങൾ മഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ വെള്ളം കൊണ്ടെല്ലാം കഴുകിക്കളയാൻ പറയുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് തബാറകസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്, ഈ ഒരു പ്രാർത്ഥനയും റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഓരോ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും ആടെല്ലാം വിശദീകരിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അത് ശ്രോതാക്കൾ അത് സ്വയം ഹോംവർക്കായിട്ട് എടുത്ത് ഇതെല്ലാം വളരെ ലളിതമായിട്ട് ലഭ്യമാണ് ഇന്നത്തെ കാലത്ത്. നെറ്റിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ പൂർണ്ണ രൂപം ലഭിക്കും. അത് അർത്ഥസഹിതം തന്നെ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാക്കി ചെല്ലുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ലഭിക്കും എന്നുള്ളതാണ് പറയുന്ന സമയത്ത് ഓർക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇൻ്റെ 43-ാമത്തെ വചനത്തിൽ അള്ളാഹു മദ്യം വിലക്കിക്കൊണ്ട്, ഇപ്പോൾ ആദ്യകാലത്ത് മദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അള്ളാഹു അത് വിലക്കിയത്. ആദ്യകാലത്ത് നമസ്കാരത്തിന് അവർ ആ മദ്യപിച്ചെല്ലാം വന്നിരുന്നു. പിന്നീട് നമസ്കാരത്തിൻ്റെ സമയത്ത് അത് വിലക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ന്യായമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാത്ത വ അൻതും സുകാറ, നിങ്ങൾ ഈ രൂപത്തിൽ മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് വരരുത്. കാരണം ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ അറിയാത്ത വിധം ആയിരിക്കും പിന്നീട് നിങ്ങൾ നമസ്കരിക്കുക. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വിലക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് പലപ്പോഴും എന്താണ് നമ്മൾ പറയുന്നതെന്ന് അറിയാതെയാണ് മദ്യപിക്കാതെ തന്നെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ പാടില്ല. അത് ഖുർആനാണെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും എന്താണ് പറയുന്നതെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ അത് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി സന്നദ്ധാവുക എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രാരംഭ പ്രാർത്ഥന പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ അല്ലെങ്കിൽ ഇമാം സൂറത്തുൽ ഫാത്തിഹയാണ് പാരായണം ചെയ്യുന്നത്. സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ്. ഫാത്തിഹ ഇല്ലെങ്കിൽ നമസ്കാരമില്ല എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സൂറത്തുൽ ഫാത്തിഹ അത് സെപ്പറേറ്റായിട്ട് അതിൻ്റെ തഫ്സീർ ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. അത് ആ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. അത് പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഖുർആനിൽ നിന്നുള്ളൊരു ഭാഗം, ഒന്നുകിൽ ഒരു സൂറത്ത് അതല്ലെങ്കിൽ ഒരു സൂറത്തിൻ്റെ ഭാഗം, അതാണ് പിന്നീട് തുടർന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില നമസ്കാരങ്ങളിൽ ഖുർആൻ്റെ പ്രത്യേക ഭാഗം പിക്ക് ചെയ്തതായിട്ടെല്ലാം നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തു സജദയും സൂറത്തുൽ ഇൻസാനും, അല്ലെങ്കിൽ ജുമുഅ ദിവസം സൂറത്തുൽ അല സൂറത്തുൽ ഗാശിയ, ഇതേ രൂപത്തിലുള്ളൊരു കോമ്പിനേഷൻ പല നമസ്കാരങ്ങളിൽ റസൂലുള്ളാഹി ഖുർആൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ചൂസ് ചെയ്തതായിട്ടെല്ലാം കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആനിൽ നമുക്ക് അറിയാവുന്ന ഒരു ഭാഗം നമ്മൾ പാരായണം ചെയ്യുക. ശേഷം അത് പൂർത്തിയായ ഉടനെ അടുത്ത ഘട്ടം റുക്കൂയിലേക്ക് പോകാതെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു പോസ്, ഒരല്പസമയം റസൂലുള്ളാഹി മൗനമായിട്ടിരിക്കുക എന്നുള്ള ഹദീസുകൾ കാണാൻ സാധിക്കും. കാനത്ത് ലഹു സക്തത്താൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൽ ഇത്തരത്തിലുള്ള ചെറിയൊരു മൗന സമയം 2 സ്ഥലത്തായിട്ട് നമസ്കാരത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ള. ഒന്ന് തീർച്ചയായിട്ടും റസൂലുള്ളാഹി കൈകെട്ടിയ ഉടനെ
ആ ഫാത്തിഹ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മൗനം റസൂലുള്ളാഹിൻ്റെ നമസ്കാരത്തിലുണ്ടായിരുന്നു. അത് നമുക്കറിയാം, ആ പ്രാരംഭ പ്രാർത്ഥന ചെല്ലാനുള്ള സമയമാണ്. പിന്നീട് അടുത്ത മൗനം, ചില പണ്ഡിതന്മാർ അത് റസൂലുള്ളാഹി ആ പാരായണം പൂർത്തിയാക്കി റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു സമയം, അത് ചെറിയൊരു മൗനം. അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ആ സൂറത്ത് പാരായണം ചെയ്യുന്നതിനിടയിൽ ഒരു മൗനം, ആ രൂപത്തിലാണ് റസൂലുള്ളാഹിൻ്റെ നമസ്കാരത്തിൽ കാണാൻ സാധിക്കുക. ഏതായിരുന്നാലും ആ ഖുർആൻ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു പോസ് ചെയ്തതിന് ശേഷം പിന്നീട് അടുത്ത ഘട്ടം ആ റുക്കുവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൻ്റെ 77-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹു വിശ്വാസികളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ റുക്കുവും സുജൂദും നിങ്ങൾ അനുഷ്ഠിക്കുക. ആ റുക്കുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ റുക്കുവിൻ്റെ രൂപം നമുക്കറിയാം. ആ കൈകൾ കാൽമുട്ടിൽ വെച്ച് നമ്മുടെ ആ പുറം ഭാഗം മുതുക് നമ്മൾ പരത്തി. റസൂലുള്ളാഹിൻ്റെ റുക്കുവിനെ സംബന്ധിച്ച് സ്വഹിയായിട്ടുള്ള ഹദീസുകളിൽ റസൂലുള്ളാഹി റുക്കുവിലാകുന്ന സമയത്ത് പുറത്ത് വെള്ളം ഒഴിച്ചാൽ അത് ഒഴുകിപ്പോകാത്ത വിധം അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ആ രൂപത്തിൽ സ്ട്രൈറ്റായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ റുക്കുവിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വിനയത്തിൻ്റെ ആദരവിൻ്റെ പ്രതീകമാണ് ആ റുക്കു എന്നുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ബോവിങ് എന്ന് പറയും. ബോ എന്ന് വെച്ചാൽ അമ്പും വില്ലുള്ള ആ വില്ലാണ്. അതേ രൂപത്തിൽ വളഞ്ഞ ആ തലകുനിക്കുക അല്ലെങ്കിൽ നമിക്കുക എന്നുള്ളത്. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരങ്ങൾ, ഇന്ത്യൻ അല്ലെങ്കിൽ ജാപ്പാനീസ് കൾച്ചറിലെല്ലാം ഇപ്പോൾ ഒരാളോട് ബഹുമാനം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ അധ്യാപകരോട് ഇപ്പോൾ ആയോധന കലകളിലെല്ലാം ആ രൂപത്തിൽ തലകുനിച്ചുകൊണ്ട് അവർ വണങ്ങാറുണ്ട്. അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ അല്ലെങ്കിൽ നന്ദിയുടെ ഭാഗമായിട്ടെല്ലാം ഈ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം അവർ തലകുനിച്ച് നന്ദി അല്ലെങ്കിൽ ആ വിനയം പ്രകടിപ്പിക്കുന്നതാണ് ആ റുക്കു എന്നുള്ളത്. അത് നേരാവണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച രൂപത്തിൽ ആ ശരീരഭാഗങ്ങൾ ചലിപ്പിച്ച് അടക്കത്തോടുകൂടെ വിശ്വാസികൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഹദീസ് നേരത്തെ ഞാൻ ഉദ്ധരിച്ചിരുന്നു, ഏറ്റവും മോശമായിട്ടുള്ള മോഷണം എന്നുള്ളത് നമസ്കാരത്തിൽ നിന്നുള്ള മോഷണമാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നമസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് മോഷ്ടിക്കുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ആ റുക്കുവും സുജൂദും നേരാവണ്ണം നിർവഹിക്കാതിരിക്കുക, അതാണ് റസൂലുള്ളാഹി മോഷണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞത്. അതായത് പെട്ടെന്ന് കാട്ടിക്കൂട്ടി ചില ഹദീസുകളിൽ ഒരു കോഴി കൊത്തുമ്പോൾ ആ രൂപത്തിൽ പ്രവർത്തിച്ച് പോകാതെ അടക്കത്തോടുകൂടെ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇനി ആ റുക്കുവിലുള്ള പ്രാർത്ഥനകൾ, അതും അതിൻ്റെ വ്യത്യസ്ത വെർഷനുകൾ കാണാൻ സാധിക്കും. പൊതുവേ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അലീം, മഹാനായിട്ടുള്ള റബ്ബ് രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ്, അത് 3 തവണയാണ് നമ്മൾ പറയാറുള്ളത്. അതല്ലാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു, അള്ളാഹിനെ സ്തുതിക്കുന്നു, ഓ അള്ളാഹ് നീ എനിക്ക് പുറത്തു തരണം, ഈ ഒരു പ്രാർത്ഥന അത് ചൊല്ലിയതായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, ഈ ഒരു പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അത് 3 തവണ. മറ്റൊരു സൈഡ് പോയിൻ്റ്, 3 അല്ല അതിലധികവും ഒരാൾക്ക് അധികരിപ്പിക്കാവുന്നതാണ്. ഒരു പണ്ഡിതൻ അപ്പോൾ നമസ്കാരത്തിൽ ഫോക്കസ് നിലനിർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ഒരു നിർദ്ദേശം, സ്ഥിരമായിട്ട് 3 അതൊന്ന് ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരല്പം അധികം സുജൂദ് റുക്കുക എല്ലാം കൂടുതൽ അത് തവണ അത് ചെല്ലാൻ വേണ്ടി ഒറ്റയായിട്ട് ചെല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ ചെല്ലുന്ന സമയത്തും അത് ഫോക്കസ് ലഭിക്കാൻ ഒരു കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് റുക്കുവിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ശേഷം ആ റുക്കുവിൽ നിന്ന് നമ്മൾ തല ഉയർത്തി ആ നേരത്തെ നിന്ന് ആ ഖിയാമിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ കൈകൾ രണ്ടും ഉയർത്തി സമി അല്ലാഹു ലിമൻ ഹമീദ, അള്ളാഹുവിനെ സ്തുതിച്ചവൻ്റെ ആ സ്തുതി അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു കേട്ടിരിക്കുന്നു, ആ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഅ്തിദാലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഅ്തിദാൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിൽ മറ്റുള്ള എല്ലാ ചലനങ്ങളിലും നമ്മൾ അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത്. ഇത് മാത്രമാണ് ഒരു എക്സെപ്ഷൻ. ഇഅ്തിദാലിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന സമയത്ത് മഅ്മൂമികൾ, നമ്മൾ പിറകിലുള്ള ആളുകൾ റബ്ബന ലക്ക അല്ലെങ്കിൽ വലക്കൽ ഹംദ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്, അള്ളാഹുവിന് മാത്രമാണ്, അത് നമ്മൾ പറയുന്നു. അതല്ലെങ്കിൽ ഒരല്പം കൂടെ അധികരിപ്പിച്ച് ഹദീസുകളിൽ റബ്ബന വലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദു, ഓ അള്ളാഹ് നിനക്കാണ് സർവസ്തുതിയും, അത് ആകാശവും ഭൂമിയും നിറയെ, അതല്ലെങ്കിൽ നീ ഉദ്ദേശിച്ച അത്രയുമെന്ന് അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുകയാണ്. അതല്ലെങ്കിൽ അവിടെ കടന്നു വരുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരി സംഭവം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി അനുയായികളോട് കൂടെ നമസ്കരിച്ച സമയത്ത് റസൂലുള്ളാഹി റുക്കുവിൽ നിന്ന് ഉയർന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞത് കേട്ട സമയത്ത് പിറകിൽ നിന്ന് ഒരാൾ റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീ, ഓ റബ്ബെ നിനക്കാണ്, നിനക്ക് മാത്രമാണ് സർവസ്തുതിയും പരിശുദ്ധവും അനുഗ്രഹീതവും ധാരാളവുമായിട്ടുള്ള സ്തുതികൾ, ആ രൂപത്തിൽ പിറകിൽ നിന്ന് ഒരാൾ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പിറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാണത് പറഞ്ഞത്?
അപ്പോൾ അവർ ആ ചോദ്യം കേട്ട് ഒരല്പം ഭയന്ന് കാണും. ആ കൂട്ടത്തിൽ നിന്നൊരു സ്വഹാബി പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാനാണത് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് പറഞ്ഞ സമയത്ത് അത് ആദ്യമായിട്ട് എഴുതുന്ന റെക്കോർഡാക്കാൻ വേണ്ടി 30-ൽ പരം മലക്കുകൾ അതിനു വേണ്ടി മത്സരിക്കുന്ന ധൃതി കൂട്ടുന്നതായിട്ട് ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹ് അതിനെ പുകഴ്ത്തുകയാണ്, അതിനെ ശരിവെക്കുകയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയും എഴുത്തിദാലിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ എഴുത്തിദാലിൽ നിന്ന് നമസ്കാരത്തിൻ്റെ ആ മർമ്മമായിട്ടുള്ള സുജൂദിലേക്ക് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സുജൂദിലേക്ക് പിന്നീട് വരും. അപ്പോൾ നമ്മൾ ആ ശരീരഭാഗങ്ങളെല്ലാം വിളക്കുക. സുജൂദിൽ നമുക്ക് 7 അവയവങ്ങൾ നിലത്തെല്ലാം വെച്ചിട്ടാണ് നമ്മളത് നിർവഹിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിലുടനീളം ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അതിലൊക്കെയുള്ള ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ യുക്തി അനുഗ്രഹങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് കാണാതെ പോകണം. നമ്മളെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോവാണ്. ചിന്തിച്ച് നോക്കുക, മൊത്തം നമസ്കാരം ഇളക്കമൊന്നുമില്ലാതെ നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ഒരേ അവസ്ഥയിൽ ഒരേ പൊസിഷനിൽ ഒരേ പോസ്റ്ററിൽ മാത്രമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു നൽകിയിരുന്നതെങ്കിൽ അതെത്ര വിരസമായിരിക്കും. അതായത് പ്രത്യേകിച്ച് ദീർഘമായിട്ടുള്ള തറാവീഹ് പോലെയുള്ള നമസ്കാരം ഒരേ നിന്ന നിൽപ്പിൽ നമ്മൾ നിർവഹിക്കുകയായിരുന്നെങ്കിൽ അതെത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു കൃത്യമായിട്ട് ഓരോ ശരീരഭാഗവും ഇളക്കി എല്ലാ ശരീരത്തിലേക്കും ആ മൂവ്മെൻ്റ് എത്തുന്ന രൂപത്തിൽ ആണ് അള്ളാഹു അത് നൽകിയത്. നമസ്കാരത്തിൻ്റെ ഓരോ ചലനവും അങ്ങേയറ്റം ശാസ്ത്രീയമാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ആരോഗ്യ വശങ്ങളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അതിൽ ഓരോ പോസ്റ്ററിൻ്റെയും ശാരീരികമായിട്ടുള്ള ബെനിഫിറ്റുകളെ സംബന്ധിച്ചെല്ലാം ആ വിഷയത്തിൽ പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അത് ആ രൂപത്തിലാണ് അള്ളാഹു ഓരോന്നും കൃത്യമായിട്ട് നൽകിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഇതെല്ലാം കാണാതെ പോവാണ്. ഓർക്കുന്നത് അടുത്ത കാലത്തൊരു പണ്ഡിതൻ അദ്ദേഹം നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറയുന്നുണ്ട്, നമസ്കാരം കൃത്യമായിട്ടൊരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമ്മളെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഓരോ നമസ്കാരവും നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് ഒരു ലീഡറുടെ, ഒരു അമീറിൻ്റെ അല്ലെങ്കിൽ ഒരു ഖലീഫയുടെ കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അത് നമസ്കാരത്തിലും ആ ഇമാമിന് വീഴ്ച വരികയാണെങ്കിൽ, കാരണം ഇമാമ് മനുഷ്യനാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റാം. ഇപ്പോൾ 3 റക്അത്തുള്ള നമസ്കാരത്തിൽ അദ്ദേഹം അബദ്ധത്തിൽ 4-ാമത്തതിന് വേണ്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ പിറകിലുള്ള മഅ്മൂമിങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി 3 നമസ്കരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നമസ്കാരം ഉപേക്ഷിച്ച് അവരാരും പോകുന്നില്ല. മറിച്ച് അയാൾ തെറ്റാണെന്ന് അറിഞ്ഞാലും അയാളെ ഫോളോ ചെയ്തതിന് ശേഷം അയാളുടെ തെറ്റ് പിറകിൽ നിന്നും അവർ ഉണർത്തുകയാണ്, അതിനുള്ള സിഗ്നൽ അയാൾക്ക് നൽകുകയാണ്, അതുവഴി അയാൾ തിരുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ മനോഹരമായിട്ട് ഏത് രൂപത്തിലാണ് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു അമീറിനെ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാൾക്ക് അബദ്ധം സംഭവിച്ചാൽ ഏത് രൂപത്തിലാണ് അയാളെ തിരുത്തേണ്ടത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഓരോ നമസ്കാരവും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരമായിട്ട് അവഗണിക്കുന്ന ചെറിയ കാര്യങ്ങളിലുള്ള വലിയ അനുഗ്രഹങ്ങൾ അത് പലപ്പോഴും നമുക്ക് പുറത്തുള്ള ആളുകൾ, ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്ന ആളുകളെല്ലാം അവർ കണ്ടു പറയുന്ന സമയത്താണ് നമ്മൾ പോലും ആ ഒരു അനുഗ്രഹത്തിൻ്റെ വാല്യൂ നമ്മൾ കാണുന്നത്. ഏതായിരുന്നു നമ്മളെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആ റുക്കൂയിൽ നിന്നും സുജൂദിലേക്കാണ് പ്രവേശിക്കുന്നത്.